നമസ്കാരം, പ്രവാസി മലയാളി പ്ലസിലേക്ക് സ്വാഗതം. സൗദിയിൽ അടിമുടി ചില മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഒപ്പം UAE-യിൽ 9 ദിവസത്തെ നീണ്ട അവധി വരുന്നു. ഒപ്പം വളരെ വേദനയായി പ്രവാസികളുടെ മരണം. അങ്ങനെ നിരവധി വാർത്തകൾ, അതിലേക്ക് കടക്കാം. സൗദിയിൽ സ്പോൺസർഷിപ്പ് സമ്പ്രദായം അഥവാ കഫാല സിസ്റ്റം അവസാനിപ്പിച്ചു എന്ന നിലയിൽ ഇന്ത്യൻ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിക്കുന്ന വാർത്തകൾ സത്യമല്ല. സൗദിയിലെ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള കഫാല സിസ്റ്റം അവസാനിപ്പിച്ചു എന്ന നിലയിലുള്ള ഈ വാർത്തകളിൽ പറയുന്നതെല്ലാം വാസ്തവ വിരുദ്ധമോ അർത്ഥസത്യമോ ആണെന്ന് സൗദിയെ ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നുള്ളവർ പറയുന്നു. സൗദി തൊഴിൽ രംഗത്ത് നിയമപരമായ 2 മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അത് സ്പോൺസർഷിപ്പ് സിസ്റ്റത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതല്ല എന്ന് സൗദിയിലെ വിവിധ മാധ്യമങ്ങൾ അതാത് സമയങ്ങളിൽ പ്രസിദ്ധീകരിച്ച വാർത്തകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. 2021-ലാണ് തൊഴിലാളിയും തൊഴിലുടമയും തമ്മിൽ ഇരുവരുടെയും അവകാശങ്ങൾ സ്ഥാപിക്കുന്ന കരാർ നിർബന്ധമാക്കിക്കൊണ്ട് തൊഴിൽ നിയമത്തിൽ ഒരു പരിഷ്കാരം കൊണ്ടുവന്നത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ സ്പോൺസർ അഥവാ കഫീൽ എന്ന പദം ഒഴിവാക്കുന്ന പുതിയൊരു പരിഷ്കാരവും കൂടി നടപ്പാക്കി. എന്നാൽ ഇത് രണ്ടും സ്പോൺസർഷിപ്പ് സിസ്റ്റത്തെ പാടെ ഇല്ലാതാക്കുന്ന മാറ്റങ്ങളല്ല. വിദേശ തൊഴിലാളികളുടെ തൊഴിൽ ദാതാക്കളെ സൂചിപ്പിക്കുന്ന സ്പോൺസർ അഥവാ കഫീൽ എന്നതിനെ തൊഴിലുടമ അല്ലെങ്കിൽ തൊഴിൽ ദാതാവ് സാഹിബുൽ അമുൽ എന്നാക്കി മാറ്റുന്ന കേവലം സാങ്കേതികം മാത്രമാണ് പരിഷ്കാരം. കഴിഞ്ഞ വർഷം ഡിസംബർ 30-നാണ് സൗദി വാണിജ്യ മന്ത്രാലയത്തിൽ നിന്ന് ഇത്തരത്തിലൊരു നിർദ്ദേശമുണ്ടായത്. സർക്കാർ സ്വകാര്യ രംഗങ്ങളിലെ മുഴുവൻ വകുപ്പുകളെയും സ്ഥാപനങ്ങളെയും അറിയിച്ച് നടപടി സ്വീകരിക്കാനായി ഫെഡറേഷൻ ഓഫ് സൗദി ചേംബേഴ്സിന് മന്ത്രാലയം കത്തയക്കുകയും ചെയ്തു. പിറ്റേന്ന് സൗദിയിലെ മുഴുവൻ മാധ്യമങ്ങളും ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. സൗദി തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ 2 പ്രകാരം ശമ്പളം നൽകി തൊഴിലാളികളെ ജോലിക്ക് വയ്ക്കുന്ന സ്ഥാപനങ്ങളെയോ വ്യക്തികളെയോ ആണ് തൊഴിൽ ദാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നതെന്ന് മന്ത്രാലയം ഫെഡറേഷൻ അയച്ച കത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇങ്ങനെ നിശ്ചിത സേവന വേതന വ്യവസ്ഥകൾക്ക് വിധേയമായി ജോലി ചെയ്യുന്ന ആളെ തൊഴിലാളി എന്നാണ് നിർവചിക്കുന്നതെന്നും കത്തിൽ പറയുന്നു. അതുപോലെ തന്നെ തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലുള്ള തൊഴിൽ കരാർ ബന്ധം മെച്ചപ്പെടുത്താൻ 2021-ൽ സൗദി മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം ഒരു സംരംഭം ആരംഭിച്ചിരുന്നു. കരാറുകൾ ഡിജിറ്റൽ ഡോക്യുമെന്റ് ആക്കുകയും ഗിവ എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് അപ്ലോഡ് ചെയ്യലും നിർബന്ധമാക്കുകയും ചെയ്തിട്ടുണ്ട്. തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും നിരവധി സേവനങ്ങൾ നൽകുന്ന സംവിധാനമായിരുന്നു ഇത്. മതിയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ തൊഴിലുടമയെ മാറ്റാനും റീ എൻട്രി ഫൈനൽ എക്സിറ്റ് വിസകൾ നേടാനുമുള്ള സ്വാതന്ത്ര്യം ഇതിലൂടെ തൊഴിലാളികൾക്ക് ലഭിച്ചു. തൊഴിലാളികൾ കരാർ ലംഘനം നടത്താതെ തങ്ങളുടെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സുഗമമാക്കാനുള്ള സൗകര്യം തൊഴിലുടമകൾക്കും ലഭ്യമായി. നിയമപരമായി 2 കൂട്ടരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടു. അനുബന്ധമായി വേതന സംരക്ഷണ നിയമവും സംവിധാനവും നടപ്പാക്കി. ഇതോടെ എല്ലാ മാസവും തൊഴിലാളികൾക്ക് തങ്ങളുടെ വേതനം കൈപ്പറ്റിയെന്ന് ഡിജിറ്റലായി ഉറപ്പുവരുത്താനുള്ള സൗകര്യവുമുണ്ട്. ഓർക്കുക, പേരിൽ മാത്രമാണ് മാറ്റം, അല്ലാതെ ആ സിസ്റ്റത്തിനോ വ്യവസ്ഥയ്ക്കോ അല്ല മാറ്റം വന്നിരിക്കുന്നത്. മറ്റൊരു വാർത്ത നോക്കുകയാണ്. കുവൈറ്റിൽ സന്ദർശക നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിനിടെ സുപ്രധാന മാറ്റങ്ങൾ പ്രഖ്യാപിച്ച ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ്. വിസകളും റെസിഡൻസി പെർമിറ്റുകളും ഇനി എളുപ്പത്തിൽ ലഭിക്കും. കുവൈറ്റ് ഈ വിസ സംവിധാനം വഴി ഒരു വിസ 5 മിനിറ്റിനുള്ളിൽ ഇഷ്യൂ ചെയ്യാൻ സാധിക്കും. പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ എല്ലാ മേഖലകളിലും ദ്രുതഗതിയിലുള്ള വികസനത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നതിനാൽ രാജ്യത്തിന്റെ ഇന്നത്തെ യാഥാർത്ഥ്യം മുൻപത്തേതിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമാണെന്നും ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് പറയുന്നു. ഗ്രീൻ അർബൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് ഫോമിന്റെ ഇടവേളയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുവൈറ്റിന്റെ പ്രത്യേക കാലാവസ്ഥയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒക്ടോബർ 15-നും ഏപ്രിൽ 15-നും ഇടയിലുള്ള കാലയളവിൽ രാജ്യം ഒരു മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാക്കുമെന്നും ഇത് പല അയൽ രാജ്യങ്ങളിൽ നിന്നും കുവൈറ്റിനെ വേറിട്ട് നിർത്തുന്ന സവിശേഷത ആയി മാറുമെന്നും പ്രഥമ ഉപപ്രധാനമന്ത്രി കൂടിയായ അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായിരുന്നു. കുവൈറ്റിൽ വരുന്ന വമ്പൻ മാറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കുവൈറ്റിലെ അബ്ദല്ലിയിലെ എണ്ണ ഖനന കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്നതിനിടെ ഉണ്ടായ ദാരുണാപകടത്തിൽ 2 മലയാളികൾ മരിച്ചു. ജോലിക്കിടെ പെട്ടെന്നുണ്ടായ അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായ പരിക്ക് പറ്റിയതിനെ തുടർന്നാണ് ഇരുവരുടെയും മരണം സംഭവിച്ചത്. തൃശൂർ നടുവിലപ്പറമ്പിൽ നിഷിൽ സദാനന്ദൻ 40 വയസ്സ്, കൊല്ലം സ്വദേശി സുനിൽ സോളമൻ 43 വയസ്സ് എന്നിവരാണ് മരിച്ചത്. ഇരുവരും എണ്ണ ഖനന മേഖലയിലുള്ള കരാർ തൊഴിലാളികളായിരുന്നു. മൃതദേഹം ജഹ്റ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപകടത്തിന്റെ കൃത്യമായ കാരണത്തെക്കുറിച്ച് അധികൃതർ വിശദമായ അന്വേഷണം ആരംഭിച്ചു.
ന്യൂമോണിയ ബാധിതനായി ദമാമിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലയാളി യുവാവ് മരിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് നെറ്റിച്ചിറ സ്വദേശി അരുൺ നിവാസിൽ രാകേഷ് രമേശൻ എന്ന 37 വയസ്സുകാരനാണ് മരിച്ചത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പനിയും കഫക്കെട്ടുമായി ചികിത്സയിലായിരുന്ന രാകേഷിനെ 2 ദിവസം മുൻപ് അസുഖം മൂർച്ഛിച്ചതോടുകൂടി വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ശ്വാസതടസ്സവും ബുദ്ധിമുട്ടുകളും കൂടിയതിനെ തുടർന്ന് ICUവിൽ വെന്റിലേറ്ററിലേക്ക് മാറ്റി. ഇതിനിടെ നില വഷളാവുകയായിരുന്നു, മരിക്കുകയും ചെയ്തു. 10 വർഷത്തിലേറെയായി സൗദിയിൽ ജോലി ചെയ്യുന്ന രാകേഷ് ദമാമിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. രമേശൻ ചെട്ടിയാർ, മോളി എന്നിവരാണ് മാതാപിതാക്കൾ. ഭാര്യ നീതുവും മക്കളായ സഖേദ് രാകേഷ്, സാരംഗ് രാകേഷ് ദമാം ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളാണ്. എന്നിവർ ദമാമിൽ തന്നെയുണ്ട്. 5 മാസം മുമ്പാണ് കുടുംബം ഇവിടേക്ക് എത്തിയത്. 2 സഹോദരന്മാരും ഉണ്ട്. അൽ ഗൊബാർ ദോസരി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നിയമ നടപടികൾ സാമൂഹിക പ്രവർത്തകർ എബ്രഹാം മാത്യുവിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു. ഈ വർഷം UAE-യിൽ ഇനി ബാക്കിയുള്ളത് ഈദുൽ ഇത്തിഹാദിന്റെ ദേശീയ ദിനാഘോഷം പൊതു അവധി മാത്രമാണ്. സർക്കാർ സ്വകാര്യ മേഖലകളിലെ അവധി ദിവസങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഈ വർഷം 4-5 ദിവസത്തെ അവധി ലഭിക്കാൻ സാധ്യതയുണ്ട്. വർഷാവസാനം അവധിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് സന്തോഷ വാർത്തയാണ് ഇത്. ബാക്കിയുള്ള വാർഷിക അവധി ദിവസങ്ങൾ കൂടി ഉപയോഗിച്ച് നീണ്ട അവധി ആഘോഷിക്കാനാകും അവസരമുണ്ടാകും. ദേശീയ ദിനാഘോഷമായ ഈദ് അൽ ഇത്തിഹാദ് ഡിസംബർ 2-3 തീയതികളിലാണ്. ഇത് ആഴ്ചയുടെ മധ്യത്തിൽ വരുന്നതിനാൽ തിങ്കളാഴ്ചയും അവധിയായി പ്രഖ്യാപിക്കാനാണ് സാധ്യത. അങ്ങനെ സംഭവിച്ചാൽ വാരാന്ത്യവും ശനി ഞായർ അവധി ദിവസങ്ങളായ തിങ്കൾ, ചൊവ്വ, ബുധൻ എന്നിവയും ചേർന്ന് 5 ദിവസത്തെ നീണ്ട അവധി ലഭിച്ചേക്കാം. അതേസമയം UAE ക്യാബിനറ്റ് റെസൊല്യൂഷൻ പ്രകാരം ഈദ് അവധികൾ ഒഴികെ മറ്റു പൊതു അവധികൾ വാരാന്ത്യത്തിനടുത്തേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഡിസംബർ 3 അവധി തിങ്കളാഴ്ചയിലേക്ക് മാറ്റി 4 ദിവസത്തെ അവധി ലഭിക്കാനും സാധ്യതയുണ്ട്. വാർഷിക അവധിയിൽ നിന്ന് 2 ദിവസം മാത്രം ലീവെടുത്ത് തുടർച്ചയായി 9 ദിവസത്തെ അവധി ആസ്വദിക്കാൻ സാധിക്കും. ഇതിനായി അവധി എടുക്കേണ്ട ദിവസങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഡിസംബർ 4 വ്യാഴാഴ്ച, ഡിസംബർ 5 വെള്ളിയാഴ്ച. അപ്പോൾ ലഭിക്കുന്ന അവധി നവംബർ 29 ശനി മുതൽ ഡിസംബർ 7 ഞായർ വരെ. പൊതു അവധിയുടെ മുൻപും ശേഷവുമുള്ള ദിവസങ്ങളിൽ വാർഷിക അവധിയെടുത്ത് വാരാന്ത്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി വലിയ അവധിയാക്കി മാറ്റുന്ന സാൻഡ്വിച്ച് ലീവ് രീതിയാണ് ഇത് ശനിയും ഞായറുമാണ് വാരാന്ത്യമെങ്കിൽ മാത്രം ബാധകമാകുന്ന സാധ്യത മാത്രമാണ്. അവസാന തീരുമാനം കമ്പനിയുടെ അവധി നിയമങ്ങൾക്കനുസരിച്ചായിരിക്കും എന്ന് ഓർക്കുകയും വേണം. അതായത് ഇവിടെ നാട്ടിൽ IT മേഖലയിലാണ് ഈ സാൻഡ്വിച്ച് അവധി വരുന്നത്. അത് എടുക്കാൻ ഒരുപാട് പേർക്ക് ഭയങ്കര താല്പര്യമുള്ളതാണ്. അതിൽ പ്രവാസികൾ ഇപ്പോൾ അവിടെ UAE-യിലൊക്കെ ചെന്നിട്ട് സാൻഡ്വിച്ച് അവധിയൊക്കെ ആഘോഷിക്കട്ടെ. എന്തായാലും മറ്റു വാർത്ത, അതും ഒരു വളരെ ദുഃഖത്തിലുള്ള ഒരു വാർത്തയാണ്. ആകാശത്തിലൂടെ പറന്നുയരുന്ന വിമാനങ്ങളോട് അടങ്ങാത്ത സ്നേഹമായിരുന്നു നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ആ കുട്ടിക്ക്. അവയുടെ ചിത്രങ്ങൾ തന്റെ മൊബൈലിൽ ഒപ്പിയെടുക്കുകയും എന്നത് ആ 19 വയസ്സുകാരന്റെ വലിയ സന്തോഷമായിരുന്നു. ഒടുവിൽ പറന്നു പോകുന്ന പ്രിയപ്പെട്ട വിമാനത്തിന്റെ ചിത്രം പകർത്താനുള്ള ശ്രമത്തിനിടെ കാല് തെറ്റി കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് ആ ജീവിതം നിലച്ചു. കോഴിക്കോട് വെള്ളിപ്പറമ്പ് സ്വദേശിയായ മിഷാൽ മുഹമ്മദ് എന്ന യുവ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ ദാരുണമായ അന്ത്യം ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കനത്ത ദുഃഖമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ദുബായിൽ ദേറ ഹൂർ അൽ അൻസിലിൽ ഈ ദാരുണമായ അപകടം ഉണ്ടായത്. കോഴിക്കോട് JDT എഞ്ചിനീയറിംഗ് കോളേജിലെ 1ാം വർഷ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന മിഷാൽ 15 ദിവസം മുമ്പാണ് സന്ദർശനത്തിനായി ദുബായിൽ എത്തിയത്. ഹൂർ അൽ അൻസിലിലെ 4 നില കെട്ടിടത്തിൽ ബന്ധുക്കളോടൊപ്പമായിരുന്നു മിഷാൽ താമസിച്ചിരുന്നത്. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിനടുത്തായതിനാൽ തന്നെ ഈ കെട്ടിടത്തിന് മുകളിലൂടെ വിമാനങ്ങൾ നിരന്തരം പറന്നുപോയിക്കൊണ്ടേയിരുന്നു. ഈ കാഴ്ചകൾ കൂട്ടുകാരെ വിളിച്ച ആവേശത്തോടെ അവൻ പങ്കുവെച്ചുകൊണ്ടിരുന്നു. ഈ പറക്കും ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുന്നതിനിടയിലാണ് അവന്റെ പ്രധാന ഹോബിയും ഒക്കെ തന്നെ ഇതാണ്. അങ്ങനെയാണ് ഈ ഹോബിക്കിടയിൽ തന്നെയാണ് മരണവും സംഭവിച്ചത്. അപകടത്തിന്റെ തലേ ദിവസം പോലും ഒരു ബന്ധുവായ കുട്ടിയോടൊപ്പം ടെറസിൽ കയറി വിമാനത്തിന്റെ ചിത്രം പകർത്തി നാട്ടിലെ കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തിരുന്നു. സംഭവ ദിവസം ഉച്ചയ്ക്ക് നഗരം കണ്ട് വൈകിട്ട് 3:30 ഫ്ളാറ്റിൽ മടങ്ങിയെത്തിയ മിഷാൽ ഭക്ഷണം കഴിച്ച ശേഷം വീണ്ടും തന്റെ ഇഷ്ട വിനോദത്തിനായി ടെറസിലേക്ക് പോവുകയായിരുന്നു. വിമാനത്തിന്റെ ചിത്രം എടുക്കുന്നതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പൈപ്പിൽ കാല് ഉടക്കി താഴേക്ക് പതിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. ഉടൻ തന്നെ മിഷാലിനെ ആശുപത്രിയിൽ ആംബുലൻസിൽ എത്തിച്ചു. എങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വീണപ്പോൾ വയറ് തറയിൽ ശക്തമായി പതിച്ചതിനായി ശ്വാസകോശത്തിൽ ഭക്ഷണം കയറുകയും തലച്ചോറുമായി ബന്ധിപ്പിക്കുന്ന ഞരമ്പിന് ഗുരുതരമായി പരിക്കേൽക്കുകയുമാണ് ഉണ്ടായത്. കോമയിലെങ്കിലും മിഷേലിനെ തിരിച്ചു കിട്ടുമെന്ന പ്രത്യാശയിലായിരുന്നു ബന്ധുക്കൾ. തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് 3 മണിക്കൂറിനകം തന്നെ മിഷാൽ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. പ്രിയപ്പെട്ടവന്റെ വിയോഗം ബന്ധുക്കളെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. രാത്രിയോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും മുഹൈസിൻ മെഡിക്കൽ ഫിറ്റ്നസ് സെന്ററിൽ എംബാമിംഗ് തുടർന്ന് പ്രാർത്ഥനയും നടത്തി. പഠനത്തോടൊപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം സ്വന്തമായ ഒരു കഫേയും മിഷാൽ നടത്തുന്നുണ്ട്.
വെള്ളിപ്പറമ്പ് വിരപ്പിൽ മുനീറിന്റെയും പുത്തൂർ മഠം കൊശാനി വീട്ടിൽ ആയിഷയുടെയും മകനാണ് മിഷാൽ. 2 സഹോദരിമാരുമുണ്ട്. ഏറെ ഇഷ്ടപ്പെട്ട വിമാനത്തിൽ തന്നെ ചേതനയേറ്റ ശരീരം ഇന്ന് പുലർച്ചെ കൊച്ചിയിലേക്കുള്ള വിമാനത്തിൽ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവന്റെ പ്രിയപ്പെട്ട ആകാശ കാഴ്ചകൾ ഇനി ഒരിക്കലും ആ മൊബൈലിൽ പതിയില്ല എന്ന സത്യം ഉൾക്കൊള്ളാനാകാതെ വിതുമ്പുകയാണ് സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും. വളരെ വേദനയോടുള്ള വാർത്തയോടുകൂടി അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ പ്രവാസ ലോകത്തെ പ്രധാന വാർത്തകൾ. ഒരു മരവിപ്പായി പോയല്ലേ ഈ വാർത്ത വായിക്കുമ്പോഴും വാർത്ത കേൾക്കുമ്പോഴും. തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് സ്വന്തമായി തന്നെ ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ 10, 20, 21 വയസ്സൊക്കെ ആവുകയുള്ളൂ. അപ്പോൾ തന്നെ സ്വന്തമായ ഒരു ഓൺട്രപ്രണറായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിമാനങ്ങളാണ്. ആ വിമാനത്തിന്റെ ചിറകിലേറി തന്നെ അവനും യാത്രയായിരിക്കുകയാണെന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, ചെറിയ ജാഗ്രത മതി നമ്മുടെ ടെറസിൽ ആൾമറയില്ലാത്ത ടെറസിലൊക്കെ നമ്മൾ നടക്കുമ്പോൾ അത് വലിയവരായാലും കുട്ടികളായാലും വളരെയധികം ശ്രദ്ധിക്കുക. കാരണം അതിന് ശരിക്കും ടെറസിന് ഉയരത്തിൽ ആൾമറ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. മാത്രമല്ല ഇതിപ്പോൾ 4 നിലയിലാണ് സംഭവിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ആ കുടുംബത്തിന് എല്ലാം നമുക്ക് കാണാനുള്ള അല്ലെങ്കിൽ ശക്തി ദൈവം നൽകട്ടെ, മനസാന്നിധ്യം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മറ്റു വാർത്തയും അടുത്ത ദിവസം കാണാം. നമസ്കാരം.